ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കണവത്തോരനാണ് ഗൈസ്. കണവത്തോരൻ. അത് കണവ കഴുകി വെച്ചിട്ടുണ്ട്. കണവത്തോരന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, സവാള അരിഞ്ഞു വെച്ചതുണ്ട്. പക്ഷെ ചെറിയുള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ തൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ സവാളയിൽ ഒതുക്കി. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടല്ലേ പേസ്റ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. കണവയ്ക്ക് എപ്പോഴും ചെറിയുള്ളിയാണ് നല്ലത്. ഇനിയിപ്പം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് വഴറ്റിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കും. ഇതാണ് കണവ. തേങ്ങ ഇല്ലാതാവാതിരിക്കാൻ നമ്മൾ ഫ്രീസറിലാണ് വെക്കണത്. അതിനെ കുത്തി ഇളക്കുന്ന രംഗമാണ് ഗ്യാസ്. മിക്സിയിൽ നമ്മൾ തേങ്ങ ഇടണം. കണവത്തോരന് ആവശ്യമായ തേങ്ങ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, മുളക് പൊടി, കണവ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഗൈസ്. ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കണത് ഭാവിയിൽ ഞാൻ ഒറ്റയ്ക്കായ എനിക്ക് വെച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്നും ആയില്ല ഗൈസ്, വെന്ത് വരണം. കണക്കിന് ഉപ്പിട്ട് കൊടുക്കണേ. ഇങ്ങനെ കണക്കിന് ഉപ്പിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല, തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഒരടി അടിച്ചെടുത്താൽ മതിയേ, അത്രയും അരഞ്ഞാൽ മതി. വെള്ളമൊന്നും ഒഴിക്കരുത്. കുറച്ച് അതിൽ വെള്ളം ഒഴിക്കും. തീയിലിരിക്കണം. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി ആ തീ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മളെ കണവത്തോരനാവും. ഓക്കെ, കറിയായ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. കറി ആയിരിക്കുകയാണ്. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ആ ചോറും ഇട്ട് കണവക്കറി ഇട്ട്. ഓക്കെ, അങ്ങനെ കണവക്കറി ആയി. ചോറ് കണവയുടെ തല. താങ്ക് യു, ബൈ ബൈ.